ബോധവൽക്കരണവും സുവിശേഷ സന്ദേശത്തിലൂടെ ഈ നാളുകളിൽ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും മനുഷ്യൻ മാറുന്ന ഒരു ഘട്ടത്തിലാണ്. ലഹരിയുടെ അമിതമായ ഉപയോഗത്താൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള തലമുറകളെയാകട്ടെ സകല പ്രിയപ്പെട്ടവര് പരാജയത്തിൽ അകപ്പെടുന്ന ചില അനുഭവങ്ങളെ കാണാൻ കഴിയുന്നു. മനുഷ്യനെ ലഹരി വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാളുകളിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരക്കണക്കിന് കിലോ കഞ്ചാവുകളും മറ്റു ലഹരി വസ്തുക്കളും ഒക്കെ പിടികൂടിയ അനുഭവങ്ങൾ, ഇതൊക്കെ കേരളത്തിനകത്ത് ആരാണ് ഉപയോഗിക്കുന്നത്? ആരുടെ എല്ലാം കുടുംബങ്ങൾക്കകത്താണ് ഈ ലഹരിക്ക് അഡിക്റ്റ് ആകുന്നത്? പ്രത്യേകിച്ച് ലഹരി എന്ന ആ വലിയ കടന്നുകയറ്റം അനവധി പ്രിയപ്പെട്ടവരെ അവരുടെ പ്രതീക്ഷകളെ പരാജയപ്പെടുത്തുന്ന അനുഭവമായി കാണാൻ കഴിയുന്നു. ഈ ലഹരിയുടേതായ ഉപയോഗത്താൽ ഇന്ന് സ്കൂൾ പരിസരങ്ങളിൽ വിവിധതര പഠന മേഖലകൾക്കകത്ത് ഭാവിയുടേതായ പ്രതീക്ഷകളായ ആൺപെൺ വ്യത്യാസമില്ലാതെ അനവധി യുവതി യുവാക്കന്മാർ അതിലകപ്പെട്ട് വീഴുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. എവിടെ നോക്കിയാലും ലഹരി, വിദ്യാഭ്യാസ മേഖലയിൽ, ജോലി മേഖലയിൽ, അതുപോലെ കുടുംബ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും അത് ലഹരിയുടെ അടിമത്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചുള്ളതായ ഉത്കണ്ഠകളെയാണ് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ ലഹരി അത് ഉപയോഗിക്കുന്നവന് പരാജയം, വിദ്യാഭ്യാസ പരാജയം, കുടുംബത്തിൽ അമ്മയുടെ മുൻപിൽ പരാജയം, സഹോദരങ്ങളുടെ മുൻപാകെ പരാജയം, എല്ലാ തലത്തിലും പരാജയം, ജീവിതത്തിൽ ഒന്നുമില്ലാതെ ഒരു സീറോയുടെ അനുഭവത്തിലേക്ക് മാറുന്ന അനുഭവമായി മാറുന്നു. നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ കഴിയില്ല, നല്ലൊരു ഡിഗ്രി ഹോൾഡറായി മാറുവാൻ കഴിയത്തില്ല, അഥവാ അയാൾ തന്നെയും ഒരു ജോലി പ്രവേശിക്കുവാനോ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന നിലവാരങ്ങളിൽ എത്തുവാനോ കഴിയാത്ത സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകും. ഒട്ടനവധി പേർ RCCയിലൊക്കെ പോയി കഴിഞ്ഞാൽ വായിക്കകത്ത് വെച്ച ശംഭു, ഗണേശ് എന്നുപോലുള്ള ലഹരികൾ ഉപയോഗിച്ച് ആ ലഹരിക്ക് അടിമയായ ഒട്ടനവധി പേർ, 20നും 60നും ഇടയിലുള്ള ഒട്ടനവധി പേരെ കുറിച്ച് കാണാൻ കഴിയുന്നു. ഈ ശംഭു, ഗണേശ് ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ലഹരിയുടേതായ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഓറൽ അൾസർ എന്ന രോഗത്തിന് കാരണമാകും. കവിൾത്തടങ്ങൾ പഴുത്തുമാറും, മോണകൾ പഴുത്തുപോകും. അവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് പരിഹരിക്കുവാൻ കഴിയാത്ത നിലവാരങ്ങളിൽ കീഴ്ചുണ്ടുകളുടെ ഇടയിൽ, മേൽചുണ്ടുകളുടെ ഇടയിൽ ഭാര്യയോ മക്കളോ മറ്റുള്ള പ്രിയപ്പെട്ടവരോ വച്ചുകൊടുക്കുന്ന ആഹാരം കഴിക്കുവാൻ കഴിയാത്ത നിലവാരങ്ങളിൽ നാവിലും കവിൾത്തടങ്ങളിലും വായ്ക്കകത്ത് മോണയുടേതായ ഭാഗങ്ങളിലൊക്കെ പുണ്ണായി അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണതുല്യരാകുന്ന ഒട്ടനവധി ആൺപെൺ വ്യത്യാസമില്ലാത്ത വ്യക്തികളെ കുറിച്ച് കാണാൻ കഴിയണം. അവിടെ മൂക്കിനകത്തൂടെ ട്യൂബിനകത്തൂടെ ആഹാര പദാർത്ഥങ്ങൾ അരച്ച് വെള്ളരൂപേണെ കൊടുക്കുന്ന അനുഭവം. ഇതെന്താണ്? നല്ല സമയത്ത് പറയുന്നു ഓറൽ അൾസറിന് കാരണമാകുന്ന ആ പാക്കറ്റ് വാങ്ങുമ്പോഴേ എഴുതിയിരിക്കുന്നു ഓറൽ അൾസറിന് കാരണമാകുന്നു, വായ്ക്കകത്തെ ക്യാൻസർ. എന്നിട്ടും വാങ്ങി ഉപയോഗിക്കുക. നമ്മുടെ സമൂഹത്തിനും സമീപ പ്രദേശത്തൊക്കെ കടകളിലൊക്കെ ഇങ്ങനെയുള്ള ആ പാക്കറ്റ് വിൽപ്പന നടത്തി അനവധി പേർ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ വീടി സിസ്റ്റർ, അവര് വീടി വലിക്കുന്നവർ, ഞാനൊരു വീടിയല്ലേ വലിക്കുന്നു. ഒരു വീടി വലിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, അത് വലിക്കുന്ന തന്റെ അധ്വാന ഫലം കൊണ്ട്
ആ പൈസ കൊടുത്ത് വീഡിയോ സിസ്റ്റർ വാങ്ങുന്നു, വാങ്ങി വലിക്കുന്നു, ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു. വാങ്ങി ഉപയോഗിച്ച് ലഹരി എടുക്കുമ്പോൾ അത് ശരീരത്തിന്റെ അകത്തളങ്ങളിൽ പുക ചുറ്റുന്നു, തന്നെ ഒരു മന്ദതയിലേക്ക് എത്തിക്കുന്നു. ദീർഘവർഷങ്ങൾ പോകുമ്പോൾ ആ ബോൾപ്പന്നത്തിലൂടെ അത് സംഭവിക്കുന്നത് ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് അത് ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു എന്ന് ആ പാക്കറ്റിൽ വീഡിയോയുടെയോ സിസറിന്റെയോ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ പ്രിയപ്പെട്ട വാങ്ങി വലിക്കുന്നു. വലിക്കുമ്പോൾ വലിക്കുന്ന വ്യക്തിയോട് ഞാൻ വലിക്കുന്ന ആർക്കാ നഷ്ടം? സഹോദര, വലിക്കുന്ന വ്യക്തി, നിന്റെ ഭവനത്തിനകത്ത് വാർദ്ധക്യമായ ഒരു അമ്മയുണ്ടെങ്കിൽ, സഹോദരി ഉണ്ടെങ്കിൽ, പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു മകളുണ്ടെങ്കിൽ, ചെറുകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അത് ഇവരുടെ ശ്വസിക്കപ്പെടുമ്പോൾ അവർ മഹാരോഗത്തിന് കാരണമായി തീരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ചെറിയ ലഹരി പദാർത്ഥങ്ങളുടെ അപ്പോൾ ചോദിക്കാം, ആ ലഹരി ആ ഒരു പുക എടുക്കുമ്പോൾ എന്തിരിക്കുന്നു? അതിനകത്ത് എന്തുമാത്രം ആ ലഹരിയുടെ അനുഭവം ക്ഷയരോഗത്തിന് കാരണമാകുന്നു, മറ്റു തലങ്ങളിലേക്ക് പോകുന്നു. വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി രോഗിയും പരാജയവുമായി മാറുന്നു. അത് സെയിൽ ചെയ്യുകയും അതുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് ലാഭം. പക്ഷേ ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ആയുസ്സിനെ, ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നു ലഹരി എന്ന് കാണുവാൻ കഴിയുന്നു. ചെറിയ ചെറിയ ലഹരികളുടെ കഞ്ചാവ്, MDMA പോലുള്ള മഹാലഹരിയുടേതായ കടന്നുകയറ്റത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ ലഹരി തലമുറകൾക്ക് കൊടുത്ത്, സ്കൂൾ പരിസരങ്ങളിൽ കൊടുത്ത് അവരുടെ ചാരിത്രശക്തി നഷ്ടപ്പെടുത്തി അവരുടേതായ വേഗതകളെ നഷ്ടമാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ബോട്ടലിൽ എഴുതിയിരിക്കുന്നു. അപ്പോ ആ മദ്യപാനം വാങ്ങി ഉപയോഗിച്ച് ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു. ഒരു ദിവസം രാവിലെ 6 മണിക്ക് ജോലിക്കിറങ്ങുന്ന വ്യക്തി 2 മണിവരെ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് വരപ്പെടുമ്പോൾ 1000, 1200, 400 രൂപ ശമ്പളം കിട്ടും. അത് ചില നിമിഷങ്ങൾ കൊണ്ട് മദ്യം വാങ്ങുവാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. ആ കിട്ടുന്നതിൽ പകുതിയേറെ മദ്യത്തിനായി കൊടുക്കുന്നു. നല്ല ശരീരം അതിൽ ദണ്ഡിപ്പിക്കുന്നു. ശരീരത്തിൽ ആഹാരം കൊടുക്കാതെ തെരുവോരങ്ങളിൽ ആ ലഹരി ഉപയോഗിച്ച് ബോധരഹിതമായി വീണ് കിടക്കുന്ന, ഛർദിക്കുന്ന, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കിടക്കുന്നു. എന്തിനാണ് ഇത്? നമ്മെ കണ്ട് നമ്മുടെ തലമുറകൾ നമ്മേക്കാൾ അമിതമായ ലഹരികളിലേക്ക് അകപ്പെട്ടു പോകുന്നു. മദ്യം ഉണ്ടാക്കുകയും സെയിൽ ചെയ്യുന്ന വ്യക്തിക്കും നഷ്ടമല്ല, ലാഭം. പക്ഷേ മദ്യം അത് വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പരാജയം, കുടുംബ തകർച്ച. അത് മാത്രമല്ല, തന്റേതായ കുടുംബ ജീവിതത്തെ, ഭാര്യയെ പരിപാലിക്കുവാനോ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനോ, സമ്പത്തുള്ളവർ ദരിദ്രരായി തീരുന്നു. പിന്നെ അവിടെ എല്ലാം കയ്യിൽ കിട്ടുന്നല്ല നഷ്ടം വിറ്റുമുടിക്കുന്ന അനുഭവം, മദ്യത്തിന്റെ ആരംഭം. അപ്പോ മദ്യവും നമുക്ക് വേണ്ട എന്ന് ഓർക്കുക. ഏത് മത ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിനകത്ത് ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ അവിടെ സ്വസ്ഥതയില്ല, അവിടെ സമാധാനമില്ല. കോടതികളിലേക്ക് ഒട്ടനവധി വ്യക്തികൾ ഡൈവോഴ്സിന്റെ പക്കത്തിൽ നിൽക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ, ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ കാണും. അവിടെ പോകുമ്പോൾ എന്റെ ഭർത്താവ് മദ്യപിച്ച് എല്ലാം നഷ്ടമാക്കി, പിന്നെ അവസാന ദേഹോപദ്രം, പിന്നെ സംശയം, മറ്റുള്ളവരെ വെച്ച് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ കഴിയുന്നില്ല, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യം. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അനുഭവത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. കോടതിയിലൊക്കെ പോകുമ്പോൾ കൺസേൺ ചെയ്യുന്നു. അപ്പോൾ ഇനി ഒരു തരത്തിലും ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു കൗൺസിലിംഗും അവിടെ ഫലമാകുന്നില്ല. അവിടെ നിയമപരമായിട്ട് പറയുകയാണ്, ഇനി ഭാര്യ ഭർത്താവ് ബന്ധമില്ല, അവരവർക്ക് തനിത്തനിയായി ജീവിക്കാം. അവിടെയും മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങൾ അനാഥരായി തീരുന്നു. അപ്പനും അമ്മയുണ്ടെങ്കിലും ഈ ലഹരിയുടേതായ കടന്നുകയറ്റത്തിന്റെ മുൻപാകെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി അവരുടെ വേർപാടിന്റെ മധ്യത്തിൽ അവർ അനാഥരായി അവർ ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അപ്പോ ലഹരിയുടെ ഉപയോഗത്താൽ സംഭവിക്കുന്നത് നല്ല കുടുംബ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നു, നല്ല
അത് മാതാപിതാക്കൾ ചേർന്ന് നിൽക്കേണ്ട കുഞ്ഞുങ്ങൾ രണ്ട് ഘട്ടത്തിലാകുന്നു. പിന്നെ അവർക്ക് ബോധിച്ചത് പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നാം വില കൊടുത്ത് വാങ്ങുന്ന മദ്യം നമ്മെ സന്തോഷിപ്പിക്കുന്നില്ല, നമ്മെ ആശ്വസിപ്പിക്കുന്നില്ല, നമ്മെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്നില്ല എന്ന കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ധനവും കൊടുക്കണം. നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവർ നമ്മെ കണ്ട് അകന്നു മാറുന്നു. കാരണം ഈ ലഹരി ഉപയോഗിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ നാം അല്ലാതെയായി മാറുന്ന അനുഭവത്തിലേക്ക് എത്തുന്നത് കൊണ്ട് നമ്മളെല്ലായിടത്തും വെറുക്കപ്പെടുന്നു. നമ്മോടുകൂടെ പഠിക്കപ്പെട്ടവർ ഉന്നതപരമായ ജോലിയും നല്ല ഭവനങ്ങളും അവരുടെ മക്കളൊക്കെ നല്ല ചുറ്റുപാടുകൾ പഠിക്കപ്പെടുമ്പോൾ നമ്മുടേതായ അവസ്ഥ എങ്ങനെയാണ്? ഒരു കരിയില പോലെ ഒരു ശൂന്യമായ അനുഭവം, പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിൽ കിടക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുവാനുള്ളത്, ഇതിനെങ്ങനെ എത്രയോ കാലാകാലങ്ങൾ കൊണ്ട് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അത് അതിൻ്റെതായ മദ്യ ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്നവര് മോചനമാക്കുവാൻ അതിന്റെ സെന്ററുകളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചും അതിനുവേണ്ടിയ വിവിധ ഫണ്ടുകളൊക്കെ വർദ്ധിപ്പിച്ചും ബലപ്പെടുമ്പോൾ ആ സെന്ററുകളുടെയും അതിൻ്റെതായിട്ടുള്ള സ്റ്റാഫുകളുടെയൊക്കെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ, എമൗണ്ടുകൾ വർദ്ധിക്കുന്നതല്ലാതെ മുൻപോട്ട് പോകുന്നതോറും ഒരു ഗവൺമെന്റുകൾക്കും ഈ മദ്യലഹരി പദാർത്ഥങ്ങളിലായിരിക്കുന്നവരെ അതിൻ്റെതായ അനുഭവത്തിലിരിക്കുന്നവരെ സ്വതന്ത്രമാക്കുവാനോ അവരെ പരിഹരിച്ച് കൊണ്ടുവരുവാനോ കഴിയുന്നില്ല. കാരണം അതിന്റെ എണ്ണങ്ങൾ വർദ്ധിക്കുന്നു, അതൊരു പ്രത്യേക സെന്ററായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം മനുഷ്യന്റേതായ ഈ ലഹരിയുടെ അനുഭവത്തിൽ ഒരു കാലഘട്ടത്തിൽ മദ്യം 1994 ഘട്ടത്തിൽ മദ്യം സമ്പൂർണമായി നിശ്ചലമാക്കണമെന്നുള്ളതായ പ്രഖ്യാപനമായി അന്നത്തെ ഗവൺമെന്റ് വന്നപ്പോൾ അവർ കംപ്ലീറ്റ് നിശ്ചലമാക്കി. എന്നാൽ അവിടെ മദ്യ അക്കാരികൾ അവരാകട്ടെ ചെയ്തത് വ്യക്തികളെ ഇറക്കി വിട്ടിട്ട് സമരം ചെയ്യിച്ചു. ഡോക്ടർമാരുടെ അടുക്കൽ പോയപ്പോൾ പറഞ്ഞു, ഇത് ഒരുമിച്ച് നിർത്താൻ കഴിയത്തില്ല, ക്രമേണ നിർത്തുവാൻ കഴിയൂ എന്ന് പറഞ്ഞ് വീണ്ടും മദ്യം അവർക്ക് തുടരുന്ന അനുഭവത്തിലേക്ക് എത്തി. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന് അത് ഇറച്ചി കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇറച്ചി കഴിക്കില്ല, അവന്റെ തീരുമാനമാണ്. മത്സ്യം കഴിക്കത്തില്ല, അവന്റെ തീരുമാനമാണ്. അതുപോലെ ഒരു പദാർത്ഥം തനിക്ക് വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ വേണ്ട. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് മദ്യം വേണ്ട എന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവന് വേണ്ട എന്ന് വയ്ക്കുവാൻ കഴിയും. അത് കുറച്ചല്ല, ഒരുമിച്ച് തന്നെ അവന്റെ ഒരു തീരുമാനമാണ്. അവന്റെ ഉള്ളറകളിൽ എനിക്ക് മദ്യം ലഹരി വേണ്ടാത്ത വസ്തുക്കൾ വേണ്ട, എന്നെ അത് ഉയർച്ചയിലേക്കും ബഹുമാനത്തിലേക്കും നയിക്കാൻ കഴിയാത്ത ഒരു ലഹരിക്ക് ഞാൻ അടിമയായി എന്ന് എന്റെ ജീവിതത്തെ എന്തിന് ഞാൻ തകർക്കുന്നു എന്ന് ആ ചിന്തയുണ്ടെങ്കിൽ നല്ലൊരു ഭർത്താവായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു മകനായി, മകളായി, നല്ലൊരു സഹോദരനായി മാറണമെന്നുള്ളതായി ബോധ്യമുണ്ടെങ്കിൽ അത് മാറ്റുവാൻ കഴിയും. അന്നത്തെ ആ തൊഴിലാളികളായ ആ നിശ്ചലമാക്കുവാൻ നോക്കിയ മദ്യപാനം ഇന്നും അത് നിർത്തുവാൻ കഴിയാതെ അനവധിയായി തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് മാറ്റേണ്ട കാലമായി. നമ്മുടെ ഗവൺമെന്റുകൾ ലഹരിക്ക് വേണ്ടിയിട്ട് ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി പൊരുതുന്നു. അങ്ങനെയുള്ളതായ കണ്ടുപിടിച്ച് ആ ലഹരികളെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഒരു ഭാഗപാത്രമായി മാറുവാൻ നാം പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലയോ? അങ്ങനെയെങ്കിൽ ആ കാലത്തിന് വേണ്ടിയിട്ട് നാമും പ്രാർത്ഥിക്കുക. അപ്പോ ഭൗതികമായിട്ടുള്ള ആ തീരുമാനങ്ങൾ വരുന്നതോടൊപ്പം തന്നെ ഇനിയുള്ളതായ കാലഘട്ടത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, അത് ഈ കാലഘട്ടത്തിൽ ഇന്നത്തേതായ ഒരു തീരുമാനം ഉദ്ധരിക്കുന്നു. അതായത് ഫുഡ് ഡെലിവറി ചെയ്യുന്നത് അവരെ പരിശോധിക്കണമെന്നുള്ള കാര്യം. കാരണം അവരുടെ വാഹനങ്ങൾക്കകത്തൂടെയും ലഹരികൾ കടത്തിവിടുന്നതായ ഘട്ടങ്ങളുണ്ട്. അത് വീട്ടിനകത്തിരിക്കുന്നപ്പോഴത്തേക്ക് അവർ ഓർഡർ ചെയ്യുന്നത് എല്ലാം ഇതേ മോഡൽ എത്തിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ അതും പരിശോധിക്കണമെന്നുള്ള കണ്ടുപിടുത്തം. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിപ്പിക്കുവാൻ അയക്കുന്ന നല്ല നിലവാരങ്ങൾ, നല്ല അഡ്മിഷൻ, നല്ല സ്കൂളുകളൊക്കെ എടുക്കപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, എന്റെ മകൾ നന്നായി പഠിക്കും. പക്ഷേ ആ പരിസരങ്ങൾക്കകത്തും അതിനകത്തും ലഹരികൾ കടത്തിവിടുന്ന ഒരു തലത്തിലേക്ക് പോകപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം, ഒരു കുഞ്ഞോ രണ്ട് കുഞ്ഞോ ഉണ്ടായിരിക്കും, അവരെ ലഹരിയിലേക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന്റെ നിത്യ സന്തോഷം എന്നേക്കുമായി അവസാനിച്ചു. ഇതെങ്ങനെ കഴിയും? വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു,
അതെ, കാലം തികഞ്ഞോ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനും. പാപത്തിന്റെ തലങ്ങും വിലങ്ങും ഇടങ്കയും വലങ്കയും അറിഞ്ഞുകൂടാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ അതേ തിന്നും കുടിച്ചും അതേ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ആസ്വദിച്ചും ജീവിക്കുന്ന അനുഭവസ്ഥയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റേതായ അതേ ജീവിതം ജഡത്തോടെ അവസാനിക്കുന്നില്ല. ഈ ജഡത്തിൽ നിന്നും അതേ അവന്റേതായ പ്രാണൻ പോയാലും അവന്റെ പ്രാണന് ഒരു നാളും മരണമില്ല എന്നുള്ള ആധികാരിക സത്യത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തോടെ നിൽക്കേണ്ടത് ആവശ്യം. അനവധി മതനേതാക്കന്മാരും ഗുരുക്കന്മാരും അതേ ഗ്രാമങ്ങളും പട്ടണങ്ങളും രാജ്യങ്ങളെയും നവീകരണത്തിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ അനവധി പേർ എഴുന്നേറ്റതായി കാണുവാൻ കഴിയുന്നു. അപ്രകാരമുള്ള അനുഭവസ്ഥയിൽ പേരും പെരുമയുമുള്ളതായ ചരിത്രപുരുഷന്മാരായ ഒട്ടനവധി പേർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലുമുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെതായ ഭരണകർത്താക്കളായിട്ട് ഇങ്ങനെയൊക്കെയുള്ളതായ അനുഭവസ്ഥരുണ്ട്. ഒരു നവീകരണം മനുഷ്യന് ആവശ്യമാണ്. കാരണം നല്ലൊരു മനുഷ്യൻ തന്റെ ധനം നഷ്ടമാക്കുകയില്ല. പ്രത്യേകിച്ച് അവന്റെ ധനം സ്വരൂപിക്കുക മാത്രമാണ് ചെയ്യുന്നത്, കരുതുക. വിശുദ്ധ വേദപുസ്തകം പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതേ, പിതാക്കന്മാരുടെ അവകാശം മക്കൾക്ക് വച്ചേച്ചു പോകുന്നു എന്ന് പറയപ്പെടുമ്പോൾ ഒരു കരുതൽ അതേ മാതാപിതാക്കൾ മക്കൾക്കായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കരുതലിനെ ഇല്ലായ്മ ചെയ്യുന്ന എന്താണ് എന്ന് നമുക്കറിയാം. ലഹരി പോലുള്ളതായ അനുഭവം തങ്ങളെ തന്നെ ദൂർത്തടിപ്പിക്കുന്ന ജീവിതം നയിക്കുന്ന ആ നിലവാരം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും പുറത്തു വരേണ്ടതായ ഒരു സാഹചര്യത്തെ ഒരുക്കി കൊടുക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന പ്രകാരം ഒരു മനുഷ്യൻ പാപം ചെയ്യുവാൻ കഴിയത്തില്ല. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അനവധി പേരുടേതായ ജീവിതത്തെ അവരെ നേർവഴിക്ക് നയിക്കുവാൻ ഇടയാകുന്നതും അവരെ ഭയപ്പെടുത്തുന്നതും അവരെ രൂപാന്തരപ്പെടുത്തുന്നതും ഒന്നാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. അതേ സുഖവർത്തമാനം. അതെ, ഞാൻ പാപിയാണ്, പാപത്തിന്റെ തലക്കിൽ ജീവിക്കുന്നതായ സമൂഹമാണ്, എനിക്ക് ഒരു മോചനമില്ല, ഞങ്ങൾ പാപത്തിൻ്റെതായ തലക്കിലായിരിക്കുന്നു എന്ന് സ്വയം വിധി പറഞ്ഞുകൊണ്ടിരിക്കപ്പെടുമ്പോൾ പറയുകയാണ്, അതേ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. പെട്ടെന്ന് ഒരിത്. അപ്പൊ മാനസാന്തരം എന്താണ്? ദൈവത്തിന്റെ വചനപ്രകാരവും വ്യവസ്ഥ പ്രകാരവും അത് വേണ്ടാത്ത ജീവിതം നയിക്കുന്ന അനുഭവം വിട്ടെറിഞ്ഞിട്ട് അത് പശ്ചാത്തലവും കുറ്റബോധവുമുള്ള ഒരു മനുഷ്യൻ, ഒരു ശരിയായ ഒരു മനുഷ്യനായി മനുഷ്യൻ മാറുമ്പോഴാണ്. അതെ, പിതാവിനോട് തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ എന്റെ അപ്പനോട്, എന്റെ അമ്മയോട്, സഹോദരനോട്, ഭാര്യയോട്, മക്കളോട്, അപ്പനോട്, അത് ദേശനിവാസികളോട് ഞാൻ ചെയ്തു പോയതെന്ന് പശ്ചാത്തലിക്കുന്ന അത് അവന്റെ ഹൃദയത്തിനകത്ത് അത് ഭാരപ്പെടുത്തി അത് ഉണർന്ന് ആരോടാണ് തെറ്റിച്ചത് പശ്ചാത്തലിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഉറപ്പിക്കുവാനായിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന യാത്ര ശരിയാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. എന്റെ ധനം ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? എന്റെ ആരോഗ്യം ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? എന്നെ കൊണ്ട് എന്തെങ്കിലും എന്റെ ദേശവാസികൾക്കോ എന്റെ കുടുംബത്തിലുള്ളവർക്കോ പ്രയോജനമുണ്ടായിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, പെണ്ണുപിടിച്ചിവിടെ കാര്യം കഴിഞ്ഞു പോകും, ഇതോടെ തീർന്നല്ലോ എന്ന്. ധനങ്ങളുടേതായ മൂല്യം വർദ്ധിച്ചുകൊണ്ടുവരുന്നു. അതേ, 1500 എന്ന് പറയപ്പെടുമ്പോൾ ഇതാന്ന് പറയുമ്പോൾ കൈക്കിൽ ഒരാളിനെ സമ്പാദിക്കാൻ കഴിയുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ധനമൂല്യങ്ങൾക്ക് ഇനി അത് എത്ര തന്നെ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു കാലഘട്ടം വരാൻ പോകുന്നു. വിശപ്പ് കൊണ്ടും പട്ടിണി കൊണ്ടും ഒക്കെ മനുഷ്യൻ വീഴുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. എന്താണ്? ദൈവത്തിൻ്റെതായ പ്രവൃത്തിയില്ലാതെ സത്യത്തിൻ്റെതായ മാർഗം അനുസരിക്കാതെ മനുഷ്യൻ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കപ്പെടുമ്പോൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പറയുവാനുള്ളത്,
നാം ഇന്ന് ഈ സുവിശേഷ നിമിത്തം നമ്മുടെ സമൂഹം ഒരു 10-25 വർഷം മുമ്പ് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ലഹരി പദാർത്ഥങ്ങളും അത് ചീട്ടുകളിലും അത് ഇങ്ങനെയുള്ളതായ അത് ചൂതാട്ടത്തിൻ്റെതായ ഒരു തലങ്ങളിലും ഒക്കെ ജീവിച്ച് വളർന്നതും അതൊക്കെ ഒരു കാലഘട്ടമോ ഉണ്ട് നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നാം മറന്നുപോകരുത്. ആ ലഹരി പദാർത്ഥത്തിന്റെ മധ്യത്തിൽ നിന്നും വേണ്ടാത്ത ചൂതാട്ടങ്ങളുടെ മധ്യത്തിൽ നിന്നും വ്യഭിചാര ജീവിതത്തിൽ നിന്നും നമ്മുടെ ദേശത്തിൽ ഇത്രമാത്രം പുരോഗതികളും ആ പുരോഗതികളൊക്കെ വരുത്തി നല്ല ഒരു മനുഷ്യരായി നല്ലൊരു കുടുംബം അല്ലെങ്കിൽ നല്ല തലമുറകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ മുഖാന്തരം ഒരുക്കിയത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയപ്പെടുന്ന അത് യെരൂശലേം ദുർവിധികളിലൂടെ അത് പാപികൾക്ക് വേണ്ടിയിട്ട് ദരിദ്രരുടെ സുവിശേഷം അറിയിച്ച അത് സ്വർഗത്തെ കുറിച്ചുള്ള സന്ദേശം അറിയിച്ചു. അതുകൊണ്ട് ആ യേശു ക്രിസ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഗാൽഗോഥായിൽ നുറുങ്ങപ്പെട്ടു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആ യേശു ക്രിസ്തു അതെ എനിക്ക് വേണ്ടി നുറുങ്ങപ്പെട്ടു എന്ന് ജനിച്ചവരും ഈ സത്യം ഇന്ന് പകൽക്കാലം വീക്ഷിക്കുവാൻ അവരുടെ ഹൃദയത്തെ ഒരുക്കുന്നു. അവർ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അത് കർത്താവ് യേശു ക്രിസ്തു ഗാൽഗോഥായിൽ അതെ ആ ക്രൂശിൽ തൂങ്ങപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് പാപമോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. വെള്ളി പൊന്ന് വിലയേറിയ വസ്തുക്കൾ കൊണ്ടല്ല പാപമോചനം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോ ആ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ? ആ നിത്യരക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. അത് നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ സറണ്ടർ ആകുന്നത്, അത് സമർപ്പണം ചെയ്യുന്നത്, വിലപ്പെടുത്തി കൊടുക്കുന്നത്, അവിടെ വിലപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചാൽ ഇവിടെ തീരുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു ഉപമയുണ്ട്. അതെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ധനവാനായ മനുഷ്യനും ഒരു ദരിദ്രനായ മനുഷ്യനും ഉണ്ടായിരുന്നു. ധനവാൻ ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടിരുന്നു. ദരിദ്രനായ മനുഷ്യനാകട്ടെ ശരീരം മൊത്തവും വ്രണം നിറയപ്പെട്ടവനായി നായ്ക്കൾ വന്നവന്റെ പരിക്കൾ നക്കി ആശ്വാസം അത് കണ്ടെത്തി. എന്നാൽ വിശപ്പും ദാഹമുള്ളവനായി അവിടെ താൻ ആയിരുന്നു. ഏറെ നാൾ കഴിഞ്ഞപ്പോൾ താൻ മരിക്കപ്പെടുവാനിടയായി തീർന്നു. പക്ഷെ അവന്റെ ശരീരം അടക്കപ്പെട്ടതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവന്റെ പ്രാണനെ ദൂതന്മാർ അബ്രഹാമിൻ പിതാവിന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി എന്ന് ആ സ്വർഗീയ പർദീസിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കാണുവാൻ കഴിയുന്നത് ഏറെ നാൾ കഴിഞ്ഞ് ആ ധനവാനും മരിച്ചടക്കപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. അനുശോചനം നടന്നിരിക്കാം, വലിയ അതേ വിലാപങ്ങൾ നടത്തിയിരിക്കാം, അതേ മാസങ്ങളും ആഴ്ചകളുമുള്ള എല്ലാ കഴിവും നടന്നു. പക്ഷെ അവന്റെ ആത്മാവ് പാതാളത്തിൽ യാതന അനുഭവിക്കപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടുന്ന് മേലോട്ട് നോക്കുമ്പോൾ ദൂരത്ത് അബ്രഹാം പിതാവിന്റെ മടി തട്ടിൽ ലാസറിനെ മനോഹര രൂപിയായി കാണുവാനിടയായി തീർന്നു. ഇത് അത് മരിച്ചു പോയതിനു ശേഷമുള്ള രണ്ട് ആത്മാക്കളുടെ വാസസ്ഥലങ്ങൾ, ഒന്ന് പാതാളവും ഒന്ന് സ്വർഗവും. അപ്പോൾ രണ്ട് തലങ്ങളിൽ മരിച്ചതിനു ശേഷം തങ്ങളുടെ ആത്മാക്കളുടെ സംവാദങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. അവിടെ പൂർണ്ണമായിട്ട് കാണാൻ കഴിയുന്നത് ഇദ്ദേഹം പറയുന്നത്, അല്ലയോ അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരൽ വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ. ഞാൻ ഈ വേളയിൽ കിടന്നൊരു നാവ് വരളുന്നു. അബ്രഹാം പിതാവ് പറയാണ്, അല്ലാഹുവേ നിന്റെ ആയുഷ്കാലത്ത് ഈ നന്മയും ലാസറാകട്ടെ തിന്മയും, പക്ഷേ ഇപ്പോൾ നീ ലാസറാകട്ടെ നന്മയും നിനക്കാകട്ടെ തിന്മയും. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാളിന് അങ്ങോട്ടും അവിടെ നിന്ന് ഒരാളിന് ഇങ്ങോട്ടും വരാൻ വ്യവസ്ഥയില്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വലിയൊരു വിടവാണ്. മരിച്ചതിന് ശേഷം നീ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്, അവർക്ക് വേണ്ടി ക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതൊന്നും വേണ്ട. കാരണം അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം നാം ഓരോരുത്തരും പ്രാപിക്കേണ്ടതിനാൽ യേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. സത്യ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം നാം ഓരോരുത്തരും യേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കും
മരിക്കുകയും ചെയ്യുന്നു എന്ന് എബ്രായർക്ക് ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ജനനവും മരണവും ഉള്ളതുപോലെ തന്നെ ഒരിക്കൽ മരിക്കുകയും പിന്നെ മരണവും ന്യായവിധിയും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു കാര്യം മനസ്സിലാക്കണം. ജഡത്തിൻ്റെതായ വിധിയല്ല, ജഡത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിന് ഒരു നാൾ ന്യായവിധി ഉണ്ട് എന്ന് അവിടെ കൊടുത്തു. അപ്പൊ മരിച്ചാലും അവന്റെ ആത്മാവിന് അവിടെ മരണമില്ല എന്നുള്ള കാര്യം ഈ രണ്ട് മനുഷ്യരെ കുറിച്ച് ഞാൻ ബോധ്യപ്പെടുത്തുമ്പോൾ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദേശനിവാസികളെ, യാത്രാപഥ്യത്തിലായിരിക്കുന്ന പ്രിയരെ, ഒന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാലും അവൻ ശരീരത്തെ ഭൂമിയിൽ ദൗർവേക്ഷയിൽ അവന്റെ ആത്മാവിന് മരണമില്ല എന്നുള്ളതായ കാര്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന പ്രകാരം നാം വാദ്യമാകുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചതിന് ശേഷം അവന് ആത്മശാന്തി അല്ലെങ്കിൽ ക്രിയാകർമ്മങ്ങൾ നടത്തി അവന്റെ ആത്മശാന്തിക്കുമുള്ളതായ കാര്യങ്ങൾ നടത്തുന്നത് ഓരോ തരത്തിലുള്ള മനുഷ്യന് ചെയ്യപ്പെടുമ്പോൾ ഒന്നും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ ശരീരത്തോടിരിക്കുമ്പോൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും എന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തോടടുക്കുവാൻ മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ ദേശത്തിന് നടുവിൽ ദൈവം ദേശത്തെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഈ ശബ്ദം ആരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവോ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഭയപ്പെടുത്തുന്ന അനുഭവത്തെയല്ല, ഇനി എങ്ങനെ മുൻപിലോട്ട് പോകാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ആ നിത്യസമാധാനം നിങ്ങളുടെ മുൻപിലേക്ക് വന്ന് നിങ്ങളുടേതായ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുവാൻ, നിങ്ങളുടെ ചൊരിയെ ഒന്ന് തുറക്കുവാൻ, ഈ ശബ്ദം ശ്രവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെപ്പോൾ അനവധി പേരെ നിങ്ങളുടെ ദേശത്തിലേക്ക് അയക്കുന്നത് നിങ്ങൾ സ്വീകരിക്കുവാൻ. നിങ്ങൾ സ്വതവേ ഐ ആം സറണ്ടർ, എന്നെ കൊണ്ട് മറ്റൊന്ന് ചെയ്യാൻ കഴിയുന്ന കർത്താവെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് ഒരു വിടുതൽ ആവശ്യം, എന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ ആവശ്യം. വേണ്ടാത്ത ജീവിതം നയിപ്പാൻ ആരെയും അനുവദിക്കരുത്, വേണ്ടാത്ത വഴികളിൽ നയിപ്പാൻ ആരെയും ഇടവരുത്തരുത്. ഞാനൊരു തീരുമാനമെടുക്കുന്നു. മദ്യം വേണ്ട, ലഹരി പദാർത്ഥം വേണ്ട, ഇന്നലെ വരെ എന്നെ നശിപ്പിച്ചതായ ജീവിതം എന്റെ തലമുറകളുടെ മേൽ വേണ്ട. ശാശ്വത പരിഹാരം എന്ത്? ഏകോത്തരം ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ രക്ഷിക്കപ്പെടുവാൻ യേശു എന്നല്ലാതെ മറ്റൊരു നാമവും ഇല്ല. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വരേണ്ടതിനായി നമ്മുടേതായ ഇന്നലെ വരെയുള്ളതായ യാത്ര, അല്പം മുമ്പ് വരെയുള്ളതായ സ്വചിന്ത യാത്ര, അത് മരണത്തിന്റെ വഴികളത്രേ. ആ മരണത്തിന്റെ വഴികളെ നീക്കി നിത്യസന്തോഷം തരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നു. മാനസാന്തരപ്പെടുവാൻ, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ അറിഞ്ഞു മടങ്ങി വരുവാൻ പ്രിയമുള്ളവരെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉറക്കെ വിളിച്ച് ഉണർത്തിച്ച യേശുനാഥൻ, എന്റെ അടുക്കൽ വരുന്നവനെ വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല എന്ന് കാണുവാൻ കഴിയുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞു. ആ യേശുനാഥൻ ഈ ഭൂമിയിൽ വന്ന് ദരിദ്രരുടെ സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. സ്വർഗമായി മഴ പിടിഞ്ഞ് ഭൂമണ്ഡലത്തിൽ മേൽ വന്ന് ഒരു ശിശുവായി ജനിച്ചു. ദരിദ്രരുടെ സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. യഹൂദന്മാരാൽ പിടിക്കപ്പെട്ടു, കയ്യഫാവിന്റെ കന്യാവിന്റെ മുൻപാകെ വിസ്തരിക്കപ്പെട്ടു, പീലാത്തോസിനാൽ വിധിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, മൂന്നാം നാൾ ഓർത്തെഴുന്നേൽക്കപ്പെട്ടു. ഇന്നും മനുഷ്യർക്ക് വേണ്ടി പിതാവായ ജീവിതത്തിൽ സ്ഥലത്തിന് വലത്ത് ഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്ന ആ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിപ്പാൻ തയ്യാറാകുന്നുവോ? നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുവാൻ അവൻ തയ്യാറാകുന്നു. പകൽക്കാലം ആ സൗജന്യ രക്ഷ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നുവോ? ഒരു നിമിഷം നിങ്ങൾ ആ സൗജന്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവം വലിയ ചെയ്യും. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സർവകൃപാലുവായിരിക്കുന്ന ദൈവമേ, ഈ ദേശത്തെ മുറ്റും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവകൃപയാൽ പുതിയമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാന സന്തോഷവും ദൈവം നൽകണം. കുഞ്ഞുങ്ങളെ മദ്യപാനത്തിൽ ഒരു പദാർത്ഥത്തിൽ അകപ്പെടുവാൻ അനുവദിക്കരുത്. ഈ ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും നടുക്കത്തോടെ അവരുടെ സന്നിധിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ അവിടുന്ന് ദൈവമേ ബലപ്പെടുത്തുമാറാകണം. അവിടുത്തെ സന്ദേശം ഈ ദേശത്തിന്മേൽ ഈ വഴിയോരങ്ങളിലൂടെ ദൈവമേ പ്രസാദിപ്പാൻ ഇടയായി
ആരുടെ എല്ലാ ഹൃദയത്തെ തുറന്നു, ആരുടെ എല്ലാ ചെവിയെ തുറന്നു. ഇത് രോഗാനുഭവത്തിൽ മാതാപിതാക്കളായവർ വാർദ്ധക്യമായി ഇവർ കിടക്കുകയാണെങ്കിൽ അവരെ സൗഖ്യമാക്കണം. കർത്താവെ, അരുതാത്ത വഴികൾ നിൽക്കുന്നവരെ സ്വതന്ത്രമാക്കണം. അനുഗ്രഹത്തിന്റെ മുത്തുകളെ പൊഴിക്കപ്പെട്ടു, അനുഗ്രഹ സന്ദേശങ്ങൾ പൊഴിക്കപ്പെട്ടു. ദേശക്ഷാമത്താലും വരൾച്ചയാലും ലഹരിയാലും അകപ്പെട്ടു പോകാതെ സുസമൃദ്ധിയാൽ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾ സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞ സ്നേഹനിധിയായ കർത്താവെ, അവിടുത്തെ സ്നേഹം ഇതിനകത്ത് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ശുശ്രൂഷ വിദേശത്ത് ചെയ്യുന്നത് അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാനും ദേശത്തിലെ ജനം വളരുവാനും മുഖാന്തരമാക്കണം. സർവ്വവിധമായ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് പ്രവർത്തിക്കണം. കർത്താവിന്റെ കൃപയാൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങളിലും അതിൽ നിന്ന് മോചനമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വസ്ഥതയോ സമാധാനമില്ലാതിരിക്കുന്ന രോഗ അനുഭവങ്ങളിലായിരിക്കുന്നെങ്കിൽ ബന്ധപ്പെടുക. അസംബ്ലി കൂടെ ശമ്പള സഭ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിലും ദേശങ്ങളിലും പോയി മദ്യലഹരി പദാർത്ഥങ്ങളായിരിക്കുന്നവരെ അവർക്ക് എതിരായി സുവിശേഷ സന്ദേശത്തിൽ അവരെ ബോധവൽക്കരണം ചെയ്യുന്ന അനുഭവം, മനുഷ്യന്റേതായ ആ ലഹരി പദാർത്ഥങ്ങളിൽ മടങ്ങി വരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസംബ്ലി കൂടെ ശമ്പള സഭ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം ഈ ദേശത്തെയും ദേശനിവാസികളെയും സ്നേഹിക്കുമാറാകട്ടെ. ആമേൻ.